അവളോടുള്ള ഇഷ്ടത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം നിന്നിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിനക്കറിയാലോ എന്നെ. അച്ഛൻ കൊല്ലുമെന്ന് പറയുകയേ ചെയ്യൂ. കൊന്ന് കാണിക്കുന്നത് ഞാനാ. അത് നീ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കരുത്. പറഞ്ഞില്ലാന്ന് വേണ്ട. അച്ഛ, നാളെ എനിക്ക് ഒഴിവാക്കാനാവാത്ത 1-2 കാര്യങ്ങളുണ്ട്. ഞാൻ എങ്ങനെ അതൊക്കെ ഒഴിവാക്കി ഈ ഒരു ചടങ്ങിന് നിൽക്കുന്നതെന്ന് ഞാൻ ആലോചിക്കുന്നത്. ഞാനത് സംസാരിക്കാൻ വേണ്ടിയാ അമ്മയുടെ അടുത്തേക്ക് വന്നതും. ജോലിയുടെ കാര്യമല്ലേ, അങ്ങനെ എന്തെങ്കിലും അർത്ഥമുറിച്ച് പറയാനും പറ്റില്ലല്ലോ. അത് ശരിയാ, ഒഴിവാക്കാൻ പറ്റുന്ന കാര്യങ്ങളാ എല്ലാവർക്കും ഉള്ളതേ. എനിക്കും ഇതങ്ങനെ തന്നെ. എനിക്കിതങ്ങനെ ഒഴിവാക്കാനൊന്നും പറ്റത്തില്ല. ഒഴിവാക്കാനായിട്ട് ആരെങ്കിലും ശ്രമിച്ച പിന്നെ അച്ഛനെ ആ വീട്ടിൽ ആരും കാണത്തൂല്ല. ശാരദാമ്മേ, ഞാൻ വന്നതേ നാളത്തെ ഭക്ഷണത്തിന്റെ കാര്യം പറയാനാ. ഒരു 19 പേർക്ക് നാളെ ഭക്ഷണം വേണം. 50 പേർക്കോ? പിന്നെ നിസാര കാര്യം തന്നു ശാരദാമ്മ വിചാരിച്ചേക്കുന്നേ. പപ്പടം, പഴം, പായസം. പായസം തന്നെ 3 തരം. രാഘവേട്ടാ, അത് ഒരു 12 മണിയൊക്കെ ആവുമ്പോ എത്തിച്ചാ മതിയെന്നേ. അതുകൊണ്ടല്ല, മൂത്തവള് ശാരീരിക സുഖമില്ലാതെ ഇരിക്കുന്നത് കൊണ്ട് എനിക്ക് ഇവിടുന്ന് വരാൻ സാധിക്കൂല. രാഘവേട്ടന് വേറൊന്നും തോന്നരുത്. ഇതിപ്പം ഇങ്ങനൊരു അവസ്ഥ വന്നതുകൊണ്ടാ. അപ്പൊ ശാരദാമ്മ പൂർണ്ണമായിട്ടും നമ്മളെ കൈയൊഴിഞ്ഞു. അയ്യോ, അങ്ങനെയല്ല. ശരി, ഞാനിപ്പോ മറ്റാരെങ്കിലും ഏൽപ്പിച്ചോളാം. അതല്ല, നമുക്ക് പോവാം. അല്ല അച്ഛ, ഞാൻ ഓട്ടോ വെയിറ്റ് ചെയ്യുവാ. നീ വാ, നമുക്ക് പോവാം. വാ അച്ഛ, 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 ഞാൻ വന്നോളാം. അതൊന്നും പറഞ്ഞാൽ പറ്റിയല്ല. ഇങ്ങോട്ട് വാ. അച്ഛാ, അത് ശാരദാമ്മേ, മോളെ ഞാൻ കൂടെ കൊണ്ടുപോവാ. എന്തെങ്കിലും പറയാണ്ടെങ്കിലേ ഇനി അങ്ങ് ഫോണിൽ പറഞ്ഞാൽ മതി കേട്ടാ. ഇങ്ങോട്ട് വാ മോളെ, ഇങ്ങോട്ട് വാ. മോളെ, ഇങ്ങോട്ട് വാ. ഞാൻ പറയുന്നത് നീ ഒന്നും പറയണ്ട, അങ്ങോട്ട് കേറ്. അച്ഛൻ നിക്കേ, ഞാനൊന്ന് പറഞ്ഞോളൂ. നീ അങ്ങോട്ട് കേറടി. എന്തോട് താനോട് വയ്ക്കുന്നേ? ഇയാൾ വരുന്നില്ലേ? ഇങ്ങോട്ട് വാ. വരട്ടെ. ഇങ്ങോട്ട് കേറ്. അച്ഛ, എന്റെ ഫോൺ എടുത്തില്ല. ഞാൻ നീ എവിടെ ഇരിക്കേ? ഫോണൊക്കെ എടുത്തു തരാം. ശാരദാമ്മേ, ആ ശ്യാമ എടുത്തോ, ഞാൻ ഫോണിൽ എടുക്കേ. ശ്യാമേ, ഫോൺ എടുക്ക. അങ്ങോട്ട് ഇതാ മൊബൈല്. ഡൽഹി വണ്ടി എടുക്കണോ? ശാരദാമ്മേ, അപ്പൊ നേരത്തെ വന്നേക്കണം കേട്ടാ. പ്രത്യേകിച്ച് ക്ഷണമൊന്നുമില്ല കേട്ടാ. ശരി, ഓക്കെ. അപ്പൊ വെഡിങ് ആനിവേഴ്സറി നടക്കുമല്ലേ മേ? കേറി പോടിയകത്ത്. അവിടെ ഒരു വെഡിങ് ആനിവേഴ്സറി. ശിവേട്ടൻ എന്താ ഈ സമയത്തൊന്നും പറഞ്ഞില്ല? എനിക്കൊരു പെങ്ങളുണ്ട്. അവളുടെ പേരിൽ ഉറക്കം നഷ്ടപ്പെട്ട് ഓടാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായി. അതിപ്പോ ചന്ദ്രയുടെ അച്ഛൻ ഒന്നിനും സമ്മതിക്കുന്നില്ലല്ലോ ശിവേട്ടാ. എടാ, അത് പിന്നെ അങ്ങനല്ലേ വരത്തുള്ളൂ. അന്നം പുന്നാരമായിട്ട് വളർത്തിക്കൊണ്ട് വരുന്ന മോളാ. അച്ഛൻ എന്നെക്കാട്ടിലും കൂടുതൽ സ്നേഹം ചന്ദ്രയോടായിരുന്നു. അച്ഛന്റെ ഇഷ്ടത്തിന് അവള് നിൽക്കുന്നില്ലെന്ന് മനസ്സിലായപ്പോ അച്ഛന്റെ ഭാഗത്തുനിന്ന് ഒരു എതിർപ്പുണ്ടായി. അതിപ്പോ സ്വാഭാവികമല്ലേ. അതിപ്പോ നന്നായിട്ട് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. ആ കാര്യം ഓർത്ത് നിങ്ങൾ രണ്ടുപേരും ടെൻഷൻ എടുക്കേണ്ട കാര്യമില്ല. നിങ്ങളോട് ആശാനുണ്ട്, ഞാനുണ്ട്. ഏത് രീതിയിലായാലും നിങ്ങളുടെ കല്യാണം ഞങ്ങൾ നടത്തില്ലേ? അതല്ല, ഇപ്പൊ തന്നെ ചന്ദ്രയുടെ അച്ഛൻ എന്നെ കൊല്ലൂന്ന് പറഞ്ഞ് നടക്കുക. കുറച്ചുകൂടി കഴിഞ്ഞ്
എല്ലാം ഒന്ന് ആറി തണുത്തതിന് ശേഷം കല്യാണത്തെക്കുറിച്ച് ചിന്തിച്ചാ പോരെ? അതുവരെ ഹ, അത് ശരി. അച്ഛന്റെ പാതി വിളയാട്ടം കണ്ടപ്പോ തന്നെ നീ ഇങ്ങനെ വരണ്ടു പോയിട്ടുണ്ടെങ്കിൽ അച്ഛന്റെ ഒറിജിനൽ 916 ആട്ടം കണ്ട നീ ജോലി ഉപേക്ഷിച്ച് നാട് വിട്ടേനെ. ഹ, എടാ മാണിക്കോത്ത് മഹേന്ദ്രൻ എന്ന് പറഞ്ഞ എന്തും ചെയ്യാൻ കഴിവുള്ള ഒരാളാ. അങ്ങേരുടെ മകളെ പ്രേമിക്കണമെങ്കിൽ ആദ്യം വേണ്ടതേ നല്ല ഒന്നാം തരം വളയാത്ത നട്ടല്ല. അതില്ലെങ്കിലേ അങ്ങേരുടെ നിഴൽ വെട്ടത്ത് പോലും നിനക്ക് വരാൻ പറ്റില്ല. ഹ, എനിക്ക് പോലും ആ ചങ്കൂറ്റത്തിന്റെ പകുതിയെ കിട്ടിയിട്ടുള്ളെന്നാ നാട്ടുകാർ പറയുന്നത്. ഇപ്പം നിനക്ക് അച്ഛന്റെ ഒരു ഏകദേശ രൂപമൊക്കെ മനസ്സിലായി കാണുമല്ലോ. ഉവ്, ഏതൊക്കെ രീതിയിൽ കല്യാണം നടത്തിയാലും മനസ്സമാധാനത്തോടെ ജീവിക്കാൻ ചന്ദ്രയുടെ അച്ഛൻ സമ്മതിക്കില്ല. അതുകൊണ്ട് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് ചന്ദ്രയുടെ അച്ഛന്റെ ദേഷ്യമൊക്കെ ഒന്ന് കുറഞ്ഞിട്ട്. അത് ശരി. അപ്പൊ ദേഷ്യം കുറഞ്ഞിട്ട് കെട്ടാൻ നിക്ക? എങ്കിൽ നടന്നത് തന്നെ. അച്ഛനെ ഇവനെ വിശ്വസിച്ചിട്ടാണോ നമ്മൾ ഈ ഓട്ടമൊത്ത് ഓടിയത്? പ്രകാശേ, നിന്നെ മാത്രം വിശ്വസിച്ച ഒരു പെണ്ണ് വീട്ടുകാരെയും സ്വന്തക്കാരെയും എല്ലാം ഉപേക്ഷിച്ച് പുറപ്പെട്ടിരിക്കുക. ഞാൻ അവളെ കൊണ്ടുവന്ന് വേറൊരു സ്ഥലത്ത് താമസിപ്പിക്കുകയും ചെയ്തിരിക്കുക. നിന്റെ ഇപ്പോഴത്തെ സംസാരം കേട്ടിട്ട് ഇതൊരു കൈവിട്ട കളി പോലെ എനിക്ക് തോന്നുന്നത്. പേടിച്ചിട്ടാ. എടാ, ഒരു ഒറ്റ അടി വെച്ചാന്നുണ്ടല്ലോ. എടാ, പേടിയുള്ളവനൊന്നും ഇമാതിരി പണിക്ക് ഇറങ്ങരുത്. ഇതിപ്പോ കഴിച്ചിട്ട് ഇറക്കാനും മധുരിച്ചിട്ട് തുപ്പാനും പറ്റാത്ത അവസ്ഥയായല്ലോ. ഇനിയിപ്പൊ എന്താ ചെയ്യാ കമല? അതെ, നിങ്ങളുടെ കല്യാണം കഴിഞ്ഞ് ഇവിടെ നിന്നാലല്ലേ പ്രശ്നമുള്ളൂ. ഇവിടെ നിൽക്കണ്ട. പ്രകാശിന് എവിടെ ചെന്നാലും ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ ജോലി നോക്കാൻ പറ്റും. മഹേന്ദ്ര സാറിന്റെ കൺവെർട്ടിൽ നിന്ന് മാറി നിൽക്കണമെന്നല്ലേ ഉള്ളൂ. അതിനുള്ള വഴി നോക്കാം. എന്താ ചനെ, നമുക്ക് ഇവരെ കല്യാണം കഴിപ്പിച്ച് കുറച്ച് ദൂരേക്ക് എവിടെയെങ്കിലും മാറ്റിയാലോ? എടാ കമല, എടാ എന്ത് ചെയ്യണമെങ്കിലും ഇവനായിട്ടൊന്ന് സ്ട്രോങ് ആവണം. ആ ഒരു ഉറപ്പ് ഇവന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായാലേ എന്ത് കാര്യവും മുന്നോട്ട് പോയിട്ട് കാര്യമുള്ളൂ. ഇത് ഇവൻ ഓടേണ്ട സ്ഥാനത്ത് നമ്മൾ ഇടന്നോടിയിട്ട് കാര്യമില്ലല്ലോ. പ്രകാശെ, നിങ്ങൾക്ക് സപ്പോർട്ടായിട്ട് ഞങ്ങൾ രണ്ടുപേരും ഉണ്ട്. പിന്നെ നമ്മുടെ നിയമമുണ്ട്. നിങ്ങൾ പ്രായപൂർത്തിയായവരല്ലേ രണ്ടാളും. പിന്നെ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നേ? എല്ലാം ശരി തന്നെയാ. എനിക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് എന്റെ കഴിവുകേട് തന്നെയാ. അതുകൊണ്ടാ ഞാൻ. അതെ, നിന്നെ കെട്ടിയില്ലെങ്കില് ചത്ത് കളയോന്ന് പറഞ്ഞ് കരഞ്ഞു വിഴിഞ്ഞു നടക്കുന്ന എന്റെ പെങ്ങളുടെ സങ്കടം കണ്ടിട്ട് ചാടിയിറങ്ങി പുറപ്പെട്ടതാ ഞങ്ങള്. അവളോടുള്ള ഇഷ്ടത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം നിന്നിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിനക്കറിയാലോ എന്നെ. അച്ഛൻ കൊല്ലുവെന്ന് പറയുകയേ ചെയ്യൂ. കൊന്ന് കാണിക്കുന്നത് ഞാനാ. അത് നീ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കരുത്. പറഞ്ഞില്ലാന്ന് വേണ്ട. വാടാ കമല. ശിവേട്ടാ,